ഹലോ ഡിയേഴ്സ്, കുറേ നാളായല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് DFൻ്റെ സെൽഫ് ലവിനെ പറ്റിയാണ്. ശരിക്കും DFൻ്റെ സെൽഫ് ലവ് എന്നാൽ നമ്മുടെ DMനെ മൊത്തത്തിൽ അങ്ങ് മറക്കാൻ ശ്രമിച്ചിട്ട് സ്വന്തം കാര്യം, ആരോഗ്യം, സൗന്ദര്യം ഇതൊക്കെ കെയർ ചെയ്യുന്ന ഒരു പരിപാടിയല്ല കേട്ടോ. ഈ വീഡിയോ കാണുന്ന ട്രൂ DFസിന് അറിയാം, ഒരിക്കലും നമ്മുടെ DMനെ പൂർണ്ണമായിട്ടും മറന്നു കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ? പിന്നെ എങ്ങനെയാണ് DFന് സെൽഫ് ലവ് ചെയ്യാൻ പറ്റുന്നേ നോക്കാം. ഒരിക്കലും DMനെ റിജക്റ്റ് ചെയ്തിട്ടല്ല DF സെൽഫ് ലവ് ചെയ്യുന്നത്. പിന്നെയോ DMൻ്റെ പുറകെ പോകാതെ അദ്ദേഹത്തിൻ്റെ നന്മയ്ക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് എന്നും കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യം, സൗന്ദര്യം, കരിയർ, പാഷൻസ്, ഗോൾസ് ഇതെല്ലാം നേടിയെടുക്കാൻ ഔട്ടർ വർക്ക് ചെയ്തുകൊണ്ടും സ്വന്തം സോളിനെ പ്യൂരിഫൈ ചെയ്യാൻ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടുമാണ് ഒരു DF സെൽഫ് ലവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു DFന് പെട്ടെന്നൊരു ദിവസം DMനെ ഫോഴ്സ്ഫുള്ളി റിജക്റ്റ് ചെയ്തുകൊണ്ട് സെൽഫ് ലവിലേക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ. അതിന് ഓരോ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ സ്റ്റേജിൽ DF ഒരുപാട് മടുക്കുന്നു. എങ്ങനെ? DMനെ ഫോളോ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുന്നത് വഴി, അതുപോലെ ഇനിയും ഫോളോ ചെയ്യാൻ വയ്യ എന്ന തോന്നലുണ്ടാകുമ്പോൾ DF മടുക്കുന്നു, തളരുന്നു, ഒരുപാട് കരയുന്നു കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്, DFൻ്റെ ആ ഒരു മടുപ്പിൽ നിന്നും അല്ലെങ്കിൽ തളർച്ചയിൽ നിന്നും DF ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുന്നു. എന്നെ സങ്കടപ്പെടുത്താൻ ഇനി ഞാൻ ആരെയും അനുവദിക്കില്ല, DMനെ പോലും. ഓക്കെ, ആ ഒരു തീരുമാനം ഒരു ഉറച്ച തീരുമാനം തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ DFൻ്റെ ഈ തീരുമാനം ഇത്രയും സ്ട്രോങ് ആകുന്നത്? ഇതുപോലെ മുന്നേ ഒരുപാട് തവണ തീരുമാനം എടുത്ത് പരാജയപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ. ആ പരാജയങ്ങളിലെല്ലാം ഒരുപാട് തകർന്നു പോയത് കൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പോൾ എടുത്ത ഈ ഒരു തീരുമാനം ഇത്രയും സ്ട്രോങ് ആകുന്നത് അതുകൊണ്ടാണ്. ഇനി DM വന്നാൽ താൻ പഴയതുപോലെ ആകില്ല എന്നൊരു മനോധൈര്യം അവൾക്ക് ഉണ്ടായി വരും. ഈ ഒരു ധൈര്യം വരുമ്പോൾ മാത്രമാണ് അവളുടെ ചിന്തയിൽ ഒരു കാര്യം വരുന്നത്. എന്ത് കാര്യം? എൻ്റെ DM പൊയ്ക്കോട്ടെ, ലെറ്റ് ഹിം ഗോ. അപ്പോൾ മാത്രമാണ് DM ലെറ്റ് ഗോ ചെയ്യപ്പെടുന്നത് പോലും. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുമ്പോഴും അവൾക്ക് സങ്കടം വരും. സങ്കടം വരുന്നില്ല എന്നല്ല, നല്ല സങ്കടം വരും. വീണ്ടും DMലേക്ക് പോകാൻ അവളുടെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതുപോലെ സ്വയം പഴിക്കും. ഇങ്ങനൊരു ബന്ധത്തിലേക്ക് പോയതിൽ ആ ഒരു കാര്യം ഓർത്ത് അവൾ സ്വയം പഴിക്കും, ഒരുപാട് കരയും. ആ കരച്ചിൽ വറ്റുമ്പോൾ അല്ലെങ്കിൽ കണ്ണീര് വറ്റുമ്പോൾ അവൾ വീണ്ടും ഉയർത്തെഴുന്നേക്കുവാണ്. എന്നാലും അവൾ DMലേക്ക് പോകില്ല. ഈ ഒരു പ്രവൃത്തി ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സങ്കടത്തിൽ നിന്ന് കരകയറാനായിട്ട് അവസാനം അവൾ ഈശ്വരനോട് കരഞ്ഞു ചോദിക്കും. എന്ത് ചോദിക്കും? എന്തിനാണ് എനിക്ക് ജന്മം തന്നതെന്ന് ചോദിക്കും. എന്തിനാണ് ആ ആളെ എന്നിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നന്മകൾ മാത്രം ചെയ്ത് അദ്ദേഹത്തെ വെറുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് അവളുടെ എല്ലാ സങ്കടങ്ങളും ഈശ്വരനിലേക്ക് വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുന്നു. അവൾ അവിടെ സറണ്ടർ ആവുകയാണ്. അപ്പോൾ ആ ഒരു സറണ്ടർ സ്റ്റേജിൽ മാത്രമേ ശരിക്കും പ്രോപ്പറായിട്ട് ഇന്നർ വർക്ക് ചെയ്യാൻ അവൾക്ക് തോന്നലുണ്ടായി വരുന്നുള്ളൂ. ഈ ഇന്നർ വർക്ക് മാത്രമേ വിജയിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ സറണ്ടർ സ്റ്റേജിൽ ഡിവൈനോട് കണക്റ്റ് ആകുമ്പോഴാണ് ഒരു DFന് ശരിക്കും സെൽഫ് ലവ് ചെയ്യാൻ തോന്നുന്നത് തന്നെ. മനസ്സിലായോ? വീണ്ടും DM അവളുടെ ലൈഫിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. DMനെ പോലുള്ള ആളുകളെ കാണുന്ന സിറ്റുവേഷൻസ് വരും. പക്ഷേ അപ്പോഴൊന്നും സെൽഫ് ലവ് ചെയ്യുന്ന ഒരു DF തൻ്റെ DMൻ്റെ പുറകെ പോകില്ല, എക്സൈറ്റഡ് ആകില്ല, ഓവർ ലവ്, കെയറിങ് ഇതൊന്നും കൊടുക്കില്ല ഡിയേഴ്സ്. ഈ ഒരു മെൻറ്റാലിറ്റിയിൽ അവൾക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇതാണ്: അവളുടെ ഇന്നർ വർക്കിലൂടെ അല്ലെങ്കിൽ സെൽഫ് ലവിലൂടെ അവളുടെ വൈബ്രേഷൻ DMനേക്കാളും ഉയർന്നു വന്നു എന്നാണ് മീനിങ്. സോ DM ഇനി വന്നാലും അവൾക്ക് പഴയതുപോലെ ആകാൻ പറ്റില്ല.
അപ്പോൾ മനസ്സിലാക്കുക, ഡി എഫിൻ്റെ സെൽഫ് ലവ് എന്നത് ഡി എമ്മിനെ ഫോഴ്സ്ഫുള്ളി മറന്നിട്ട് സെൽഫ് കെയർ ചെയ്യുന്നതല്ല, മറിച്ച് ഡി എം എന്ന വ്യക്തിയെ ഫോളോ ചെയ്യാതെ ശല്യപ്പെടുത്താതെ 24/7 ഡി എം സോളിനെ മാത്രം ഫീഡ് ചെയ്തുകൊണ്ട് ബ്ലെസ്സിങ്സ് എല്ലാം കൊടുത്തുകൊണ്ട് സെൽഫ് കെയർ ചെയ്യുക എന്നതാണ്. ഓക്കെ, ഒരു ഡി എഫ് സെൽഫ് ലവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, അവളുടെ വൈബ്രേഷനുകൾ കൂടുന്നു. രണ്ടാമത്തെ കാര്യം, അവളിലെ എല്ലാ നെഗറ്റീവ്സും എന്തായി വരുന്നു, ഹീലായി വരുന്നു. അടുത്ത കാര്യം, അവളിൽ ഡി എമ്മിൻ്റെ പ്രസൻസ് കൂടി വരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഡി എഫ് ആകും തോറും തൻ്റെ ഡി എമ്മിൻ്റെ പ്രസൻസ് അവളിൽ കൂടിയാണ് വരുന്നത് എന്ന് മനസ്സിലായ ആ ഒരു പ്രസൻസ് എന്താണെന്നറിയോ, ഡി എമ്മിൻ്റെ സോൾ എനർജിയാണത്. ഡി എമ്മിൻ്റെ സോള് മുഴുവനായും നിങ്ങളിലേക്ക് എത്തിയാൽ ഡി എം എന്ന വ്യക്തിക്കും നിങ്ങളിലേക്ക് വന്നല്ലേ പറ്റൂ ഡിയേഴ്സ്. ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ സെൽഫ് ലവിലായിരിക്കുന്ന ഡിയേഴ്സ് ശരിക്കും സ്പിരിച്വലി അവേക്കണ്ടായി വരുന്നു എന്നാണ് അർത്ഥം. കേട്ടോ, സ്പിരിച്വലി അവേക്കണ്ടായ ഒരു ഡി എഫിലേക്ക് ഡി എം വന്നാൽ ആ ഡി എഫിനെ അട്രാക്റ്റ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ കഴിയില്ല. കാരണം എന്താ, ഡി എഫ് ഹൈ വൈബ്രേഷനും ഡി എം ലോ വൈബ്രേഷനും ആണ്. അപ്പോൾ ആ ഡി എഫ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ പോയിട്ട് ഹൈ വൈബ്രേഷനിലൊക്കെ ആയിട്ട് വാ, അപ്പോഴും ഞാനിവിടെ തന്നെ ഉണ്ടാകും എന്നാണ്. ഓക്കെ, അപ്പോൾ ഡി എഫിൻ്റെ സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഡിയേഴ്സ്? താങ്ക് യു.